ഹലോ ഗൈസ്, കുഞ്ഞിപ്പൻ കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി കേക്കൊക്കെ സെറ്റാക്കി വെയിറ്റിങ്ങിലാണ്, കേക്ക് കട്ടിങ്ങിനായിട്ട്. നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട്, രേഷ്മ ചേച്ചിയുടെ അടുത്ത് നിന്ന് കസ്റ്റമൈസ്ഡായിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്തു. അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി 12 മണിയാവാൻ വേണ്ടി കാത്തിരിക്കുക. 3 പേരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയതായിരുന്നു. പിന്നെ കുഞ്ഞൂസിന് ട്രൗസർ ഇഷ്ടമല്ല പറഞ്ഞ് അവനത് ഊരിക്കളഞ്ഞ്. അങ്ങനെ അവന് ഡയപ്പർ പാൻറ്റീസ് പോലത്തെ ട്രൗസർ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്ത് കളിയിലാണ്. ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർ ഇങ്ങനെയാണോ കളിക്കുന്നതിനായിട്ട്? എന്തൊക്കെ ടോയ്സ് ഉണ്ടെങ്കിലും അതൊന്നും എടുക്കില്ല. അവർ വേണ്ടത് കുറേ ഏതെങ്കിലും ടിന്നിൻ്റെ മൂടി, മരുന്ന് ഡപ്പി, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ കളി സാധനം. ചാച്ചൻ അതിൻ്റെ ഇടയ്ക്ക് കേക്ക് കട്ട് ചെയ്യുന്നതും കേക്ക് ഞങ്ങൾക്ക് എടുത്ത് തരുന്നതിൻ്റെയൊക്കെ ട്രയൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമയമാണല്ലോ 11:57, 11:51, അങ്ങനെ ടൈം ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കിയിരിക്കുകയാണ്. അവർ പിന്നെയും കളി തുടങ്ങി, രണ്ടാളും കൂടി ഡാൻസും. ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും കൂടി കളിയൊക്കെ തുടങ്ങി. പിന്നെ സാറിൻ്റെ മെയിൻ കളീൻ്റെ സാധനം കസേരയാണ്. കസേര മറിച്ചിട്ട് അതിന് മുകളിൽ കളിക്കുക. അപ്പോഴേക്കും ഞങ്ങൾ 12 മണിയായി. 12 മണിയായപ്പോൾ ഞാൻ ചാച്ചനെ വിളിച്ചപ്പോൾ ചാച്ചൻ പറഞ്ഞു, TV-യിൽ നമുക്ക് ബർത്ത്ഡേ സോങ് വയ്ക്കാം. അങ്ങനെ ടിക് ടിക് 1 അങ്ങനെ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ വരും കറക്റ്റ് 12 മണി. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. 12 മണിയായി. ചാച്ചനുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഉമ്മയായിട്ട് അങ്ങ് കൊടുത്തു. ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ടും ജീൻസും ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന സ്പോട്ടിൽ തന്നെ ഞങ്ങളെ കണ്ണ് വെച്ചിട്ട് കുഞ്ഞാപ്പൻ കേക്കിൻ്റെ മുകളിൽ നിന്ന് ക്രീം വാരിയെടുത്തു. മൊത്തമായിട്ട് വാരിയെടുത്തില്ല. പിന്നെ അവൻ അത്ര വാരി വലിച്ചിടണം അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ മാനേജ്ഡായിരിക്കും. പക്ഷെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്കൊക്കെ ഉള്ളതാണല്ലോ, നമുക്ക് പെട്ടെന്ന് അങ്ങ് അവരെ കൈ എത്തി എന്താണോ ആ കയ്യിൽ ഒതുങ്ങുന്ന കുഞ്ഞി കയ്യിൽ അതങ്ങ് വാരിയെടുക്കുകയെന്ന്. കേക്കാവുമ്പോൾ നല്ല സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ അത് മൊത്തമായിട്ട് അങ്ങ് പോരില്ല. അവൻ അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം തോണ്ടിയെടുത്തു. പിന്നെ അതിന് മുകളിൽ ബിസ്ക്കറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളർ മിക്സ് ചെയ്തതായതുകൊണ്ട് അത് അവൻ കഴിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പം തന്നെ അതെടുത്തിട്ട് ഞങ്ങൾ വായിലോട്ടിട്ടു. അവിടെ തന്നെ വെക്കേണ്ട വെച്ച് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അവൻ്റെ കൈ എത്തുന്നിടത്തുള്ളടുത്ത് ഞങ്ങൾ പെറുക്കിയെടുത്ത് തിന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. കുഞ്ഞൂസിന് ചെറിയൊരു പീസ് കൊടുത്തു. കുഞ്ഞിന് പിന്നെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, മധുരം. പക്ഷേ ഇതെന്താണെന്നറിയില്ല, ഒത്തിരി അങ്ങ് കഴിച്ചില്ല. അവന് അല്ലെങ്കിലും മധുരം ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ ഒരുപാട് കഴിക്കില്ല. കുറച്ച് അവന് വേണം, അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു കുറച്ച് അവന് വേണം. ആ ഒരു ക്രേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനങ്ങ് പോകും. ഒത്തിരി ഒരു സാധനം ആവശ്യമില്ല. മെയിൻ അവൻ കഴിക്കുന്ന ഭക്ഷണം അല്ലാതെ ബാക്കി മധുരം സംഭവമൊക്കെ ഒരു പൊടി, ഒരു നുള്ള്, അത്രയേ അവന് ആവശ്യമുള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. നല്ല അടിപൊളി ടേസ്റ്റി കേക്കായിരുന്നു. ഡ്രസ് ലഞ്ചസിൻ്റെ മിൽക്ക് കേക്കായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അതിന് താങ്ക്സ് പറയേണ്ടത് നമ്മളെ രേഷ്മേച്ചിക്കാണ്. രേഷ്മേച്ചി നല്ല സൂപ്പറായിട്ട്, മുന്നേയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ബർത്ത്ഡേ ഫങ്ഷൻസ്, ന്യൂ ഇയർ, അങ്ങനെ നമ്മൾ എപ്പോഴൊക്കെ കേക്ക് വാങ്ങേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോഴൊക്കെ ചേച്ചിയോടായിരുന്നു വാങ്ങാറ്. ഈ പ്രാവശ്യം പിന്നെ ചേച്ചി കുറച്ചായിട്ട് ഇത് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കാറില്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ചേച്ചിയെ തന്നെ പോയി കണ്ട് വാങ്ങിച്ചത്. ചാച്ചനെ എനിക്ക് മീശ വരച്ചിടാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ട് ക്രീം വെച്ച് മീശ വരച്ചിടാൻ നോക്കിയത്. ഞാനാണെങ്കിൽ ആ ടൈമിൽ തന്നെ അത് തിന്നാൻ തരുമെന്ന് വെച്ചിട്ട് വെച്ചെടുക്കാനും നോക്കിയത്. തിരിച്ച് ഞാനും ചാച്ചനും 2 സൈഡിലും കുറച്ച് വാലൊക്കെ വരച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ ആസ്വദിച്ചിരുന്ന് കേക്ക് കഴിക്കാൻ തുടങ്ങി. കുറച്ചൊക്കെ കഴിച്ചു. കേക്കൊക്കെ അല്ലേ, മധുരമല്ലേ, അങ്ങനെ ഒരുപാട് അങ്ങ് കഴിക്കാനൊന്നും കഴിയത്തില്ലല്ലോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ചാച്ചൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ശരി, ബൈ.